എല്ലാവർക്കും നമസ്കാരം. കഴിഞ്ഞ ദിവസം മഹിളാ മോർച്ച സംസ്ഥാന വ്യാപകമായി നടത്തിയ KSRTC ബസ്സിൽ ഫ്രീ ടിക്കറ്റ് നൽകണം എന്നും ആവശ്യപ്പെട്ടുകൊണ്ട് നടത്തിയ സമരത്തിന്റെ എതിരായിട്ട് നിരവധി കമന്റുകൾ ഞാൻ വായിച്ചു. അതിൽ നമുക്ക് സജഷൻസ് ഉണ്ടായിരുന്നു, അതേപോലെ കുറെ നെഗറ്റീവ് കമന്റ്സ് ഉണ്ടായിരുന്നു. ഞങ്ങൾ BJPയോ അല്ലെങ്കിൽ മഹിളാ മോർച്ചയോ അത്രക്ക് ബുദ്ധിയില്ലാത്ത ആൾക്കാരൊന്നും അല്ല. അത് പിന്നെ പറയേണ്ടതായിട്ടുണ്ടോ? ബുദ്ധി അടുത്തുകൂടെ പോലും പോയിട്ടില്ല എന്ന് ഞങ്ങൾക്ക് വ്യക്തമായിട്ട് അറിയാലോ. നരേന്ദ്രമോദി തന്ന 15 ലക്ഷം രൂപ ബാങ്കിൽ വിട്ട് 50 രൂപക്ക് പെട്രോൾ അടിച്ചിട്ട് ചാച്ചി ബസ് സ്റ്റാൻഡിലേക്ക് ഒരു വരവാ വന്നിട്ടുണ്ട്. ഗ്യാസിന്റെ പൈസ പിന്നെ 300 റുപ്യം കൂടി ആയപ്പോ ചേച്ചിക്ക് സന്തോഷമായി എന്നുള്ളതാണ്. അതുകൊണ്ട് മഹിളാ മോർച്ച ബുദ്ധി ഇല്ലാത്തവരാണെന്ന് പറയുന്നതിൽ ഒരു അർത്ഥമില്ല. മന്ദബുദ്ധിയാണെന്ന് പോലും പറയാൻ കഴിയാത്ത രീതിയിലാണെന്നുള്ളതാണ്. സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കണ്ടോക്കൂ. ഒരു പാവപ്പെട്ട KSRTC ജീവനക്കാരി എന്താ ചെയ്തെന്ന് കണ്ടോക്കൂ. മഹിളാ മോർച്ച സൗജന്യ യാത്ര കിട്ടിയോ നിങ്ങൾ? ഞങ്ങൾ ചോദിച്ചു വാങ്ങിയിരിക്കുകയാണ് സൗജന്യ യാത്ര. അതല്ലെങ്കിൽ ബസ് എടുക്കാൻ സമ്മതിക്കില്ല എന്ന് ഞങ്ങൾ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾക്ക് തന്നിട്ടുണ്ട്. അത് ഇറങ്ങി തിരിച്ച് ഞങ്ങൾ KSRTC ബസ്സിൽ തന്നെ തിരിച്ചു വരുന്നതാണ്. ഞാൻ ടിക്കറ്റ് കൊടുത്തു. ഓർഡർ ഇല്ലാതെ എനിക്ക് ഫ്രീ ആയിട്ട് കൊണ്ടുപോകാൻ പറ്റുമോ? പിന്നെ എനിക്കൊരു അന്വേഷണം വന്നാൽ ഞാൻ ഉത്തരം പറയേണ്ടി വരില്ലേ? ആ പൈസ ഞാനും അവിടുത്തെ ദിവസം തരാന്ന് പറഞ്ഞിട്ടുണ്ട് സാർ. ടിക്കറ്റ് 22 പേർ ഇവിടെ വരെ. ഈ കണ്ടക്ടർ സ്വന്തം നിലയ്ക്ക് തന്നെ ഈ പ്രവർത്തകർക്ക് 22 പേർക്ക് 40 രൂപ വെച്ച് ടിക്കറ്റ് സ്വന്തം ശമ്പളത്തിൽ നിന്ന് എടുത്തു കൊടുക്കേണ്ട അവസ്ഥ. ഈ കാള പെട്ടെന്ന് കേൾക്കുമ്പോഴത്തേനും കയറെടുക്കുന്ന കുറെ ആളുകളുടെ അവസ്ഥയാണ് കേട്ടോ ഇത്. ആദ്യം മന്ത്രിസഭ രൂപീകരിച്ചു കഴിഞ്ഞതിന് ശേഷം അത് പാസ്സാക്കിയ ഒപ്പ് വെച്ചാലാണ് നടക്കുകയുള്ളൂ അല്ലെ? ഇവരുടെ വാക്കുകൾക്ക് എനിക്ക് മറ്റൊരു ഡൗട്ട് ഉണ്ട് എന്നുള്ളതാണ്. മഹിളാ മോർച്ച മൊത്തം വോട്ട് ചെയ്തതിന് UDF തോന്നുന്നു. ആ പാവം ചേച്ചി പണി എടുത്തുണ്ടാക്കുന്ന പൈസയിൽ നിന്നാണ് നിങ്ങൾക്ക് ടിക്കറ്റ് എടുത്തു കൊടുത്തത്. ഒരു ഉളുപ്പുമില്ലാതെ ഡയലോഗ് അടിക്കുക, ഞങ്ങൾ ഇങ്ങനെ എന്നുള്ളത്. വർത്താനം കേട്ട വിചാരിക്കും നരേന്ദ്രമോദി പറഞ്ഞ എല്ലാ വാഗ്ദാനങ്ങളും നിറവേറ്റി എന്നുള്ളത്. 2 ലക്ഷം യുവാക്കൾക്ക് ജ്വാലി കാണത്ര. ജ്വാലി എന്ത് തേങ്ങാക്കൊലയുള്ളത്? ഇന്ത്യൻ റുപ്പിയുടെ ഒക്കെ അവസ്ഥ അറിയോ? 2014 വരെ ഒരു സമാധാനം ഉണ്ടായിരുന്നു, മൊത്തം നശിപ്പിച്ചിട്ട് ചാച്ചിമാരൊന്നും മിണ്ടിയില്ല കേട്ടോ. ബേട്ടി ബച്ചാവോന്റെ ഒക്കെ അവസ്ഥ അറിയോ എന്റെ പൊന്നമ്മച്ചിമാരെ? എന്തായാലും നിങ്ങളുടെ സമരം അടിപൊളി. UDF-നൊന്നല്ലല്ലോ നിങ്ങൾ വോട്ട് ചെയ്തിട്ടുള്ളത്. ഡയലോഗടി കേട്ടായിരിക്കും UDF വോട്ട് ചെയ്ത് UDF ഞങ്ങളെ ചതിച്ചു എന്നുള്ളത്. നിങ്ങൾ BJPക്കല്ലേ വോട്ട് ചെയ്തിട്ടുള്ളത്? BJP ജയിക്കും വിചാരിച്ചിട്ട് പിന്നെ എന്ത് ഉണ്ടൊക്കെയാണ് ഇവിടെ വന്നിട്ട് കരയുന്നതാണാവോ? നമ്മൾ ഈ സമരം അറിഞ്ഞുകൊണ്ടാണ് ചെയ്തത്. നമുക്കും അറിയാം, ഒരു മാനിഫെസ്റ്റോയിൽ കൊടുത്തിട്ടുള്ളത് മുഖ്യമന്ത്രി ആയ ശേഷം തന്നെ നടപ്പിലാക്കാൻ പറ്റും എന്ന സാമാന്യ ബോധ്യം മഹിളാ മോർച്ചക്കും അതേപോലെ BJPക്കും നന്നായിട്ട് അറിയാം. ഞങ്ങൾ സമരം ചെയ്തത് കോൺഗ്രസിന്റെ വാക്കുകളെ എതിരാണ്. ചാച്ചി ആദ്യം ഒന്ന് മലയാളത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഉപകാരമായിരുന്നു, അല്ലെങ്കിൽ ബംഗാളിൽ നിന്ന് ആരോ ഇറക്കിയതാണെന്ന് ആളുകൾ പറയും. അതുകൊണ്ട് പറയാണ്, മലയാളത്തിനായി ഒന്ന് അമർത്തുക കേട്ടോ. മുഖ്യമന്ത്രി ആയി കഴിഞ്ഞാൽ ഉടനെ തന്നെ എല്ലാം ആയി എന്ന് പറയും. മുഖ്യമന്ത്രി ആയത് ഇന്നാണ് സത്യപ്രതിജ്ഞ കഴിഞ്ഞിട്ട് ഗവർണറുടെ മുന്നിൽ ഒപ്പുവെച്ചിട്ടുള്ളത്. അതിനു മുന്നേ മുഖ്യമന്ത്രി ആയത് നിങ്ങളങ്ങ് തീരുമാനമായിട്ടുണ്ടായിരുന്നില്ലല്ലോ. മുഖ്യമന്ത്രി ആയിക്കഴിഞ്ഞ ഉടനെ തന്നെ എത്ര ചേച്ചിക്ക് നരേന്ദ്രമോദി പറഞ്ഞ എല്ലാ ആനുകൂല്യങ്ങളും കിട്ടിയതുപോലെയാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. പണ്ട് ശ്രീധരപിള്ള എന്ന് പറഞ്ഞ ഒരാളുണ്ട്, BJPയുടെ ആളാ. ഞങ്ങളങ്ങനെ പല വാഗ്ദാനങ്ങളും നൽകുക, അതൊക്കെ ഞങ്ങൾ തമാശക്ക് പറഞ്ഞതാന്ന് പറയുന്ന ഒരു വീഡിയോ ഉണ്ട്. കിട്ടുകയാണെങ്കിൽ അതിൽ ചേർത്തോളാം. 2 മാസം കഴിയുമ്പോ 50 രൂപയ്ക്ക് ഡീസൽ കിട്ടുമ്പോ 50 രൂപയ്ക്ക് പെട്രോൾ കിട്ടുമ്പോ ഓട്ടോറിക്ഷക്കാരന് ജനങ്ങൾ അങ്ങനെ അത് ഇലക്ഷൻ സമയത്ത് പറയുന്ന ആരെങ്കിലും ഇലക്ഷനിലെ അങ്ങനെ ഉണ്ടെങ്കിൽ ഇന്ത്യയിലെ അല്ല കരോട്ട് എടുക്കണ്ട. ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പുകളിലെല്ലാം നൽകിയ വാഗ്ദാനങ്ങളെല്ലാം നോക്കിയാൽ അവിടെ സോഷ്യലിസം തൊട്ട് ദാരിദ്ര്യം ഇല്ലാതാക്കും, ഗരീബി ഹടാവോ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള മുദ്രാവാക്യങ്ങളൊക്കെ തെരഞ്ഞെടുപ്പിൽ ഉയർത്തിയിട്ടുണ്ട്. തെരഞ്ഞെടുപ്പിൽ ഉയർത്തലും യാഥാർത്ഥ്യവും തമ്മിൽ പൊരുത്തപ്പെടാത്തതാണ് ഇന്ത്യൻ ജനാധിപത്യം നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി. അതുകൊണ്ട് ആ സമയത്ത് 50 രൂപ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അതിന് ആ പ്രാധാന്യം താങ്കൾ നൽകുന്നുണ്ട്. കൊണ്ട് പ്രശ്നമില്ല. 2014 മുമ്പല്ലേ പറഞ്ഞു. ചേച്ചി ഇത്രത്തോളം സംസാരിച്ച സ്ഥിതിക്കേ ചേച്ചി ഇതും കൂടി കേട്ടിട്ട് പോയാൽ മതി കേട്ടോ. ശബരിമല യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ടുള്ള ഒരു സാധനമാണ്. ഇത്രയും നാളെ ആളുകളെ പറ്റിച്ചിരുന്ന സാധനല്ലേ, ഒന്ന് കേട്ടോക്കി. ഇന്ന് BJP ഫോർ കേരളം എന്ന Instagram പേജിൽ വന്ന കുറച്ച് കാർഡുകളാണ് ഞാൻ നിങ്ങളെ ഇവിടെ കാണിക്കാൻ പോകുന്നത്. ശബരിമലയിൽ ആചാര സംരക്ഷണം എന്നും ഭക്തർക്കൊപ്പം നിലകൊണ്ടത് BJP.
ഈ കാർഡുകളൊക്കെ ഇറക്കിയപ്പോൾ നിങ്ങൾ എന്തുകൊണ്ട് നിങ്ങളുടെ തന്നെ അഡ്വക്കേറ്റ് ആയ പ്രേരണകുമാരിയെ മറന്നുപോയി? നിങ്ങളുടെ തന്നെ ലീഗൽ അഡ്വൈസർ ആയിട്ട് സുപ്രീം കോടതിയിൽ പ്രവർത്തിക്കുന്ന ആളല്ലേ അവർ? നീണ്ട 12 വർഷങ്ങൾ ശബരിമലയിലെ സ്ത്രീ പ്രവേശനത്തിന് വേണ്ടി പോരാടിയ വനിതയല്ലേ അവർ? ഇവർ ഈ 12 വർഷക്കാലം സുപ്രീം കോടതിയിൽ പോരാടിയപ്പോൾ ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ പറഞ്ഞിരുന്നു ഇത് ആചാര ലംഘനത്തിന് വേണ്ടി നിങ്ങൾ ചെയ്യുന്നതാണെന്ന്? എന്തുകൊണ്ട് അവരെ അന്ന് തടഞ്ഞില്ല? അന്ന് നിങ്ങൾ അവരെ തടഞ്ഞിരുന്നെങ്കിൽ ഈ പറയുന്ന സംഭവങ്ങൾ ഒന്നും തന്നെ ഉണ്ടാകുമായിരുന്നില്ലല്ലോ. ഈ പ്രേരണകുമാരി എന്ന് പറയുന്ന അഡ്വക്കേറ്റ്, അതായത് ബിജെപിയുടെ ലീഗൽ അഡ്വൈസറായ ചൌക്കിദാർ പ്രേരണകുമാരി ഭർത്താവ് സിദ്ധാർത്ഥ് ശംഭു ഇന്നും ബിജെപിയുടെ മെമ്പേഴ്സ് ആണ്. എന്നാൽ എങ്ങനെയാണ് ഈ പബ്ലിക് ഡൊമൈനിൽ ഈ വിവരങ്ങളെല്ലാം ലഭ്യമായി ഉള്ളപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ ഇത്രയും പച്ചക്കള്ളം ഇങ്ങനെ പറയാൻ പറ്റുന്നു? ഈ ഒരു ഓർഡർ കിട്ടിയപ്പോൾ നിങ്ങളുടെ സുരേന്ദ്രൻ പോലെ അനുകൂലിച്ചാണ് പോസ്റ്റർ ഇട്ടത് FB-യിൽ. അത് കഴിഞ്ഞ് കുറച്ച് സമയം കഴിഞ്ഞപ്പോഴത്തേക്ക് അദ്ദേഹം അത് ഡിലീറ്റ് ചെയ്തു. കാരണം ഒരു മുതലെടുപ്പ് നടത്തണമല്ലോ. ഞാൻ പറയുന്നത് ഇവിടുത്തെ സാധാരണക്കാരായ വിശ്വാസികളാണ്. ഇവിടെ ഒരു കമ്മ്യൂണിസ്റ്റുകാരും അല്ല 12 വർഷങ്ങൾ നിയമ പോരാട്ടം നടത്തി ശബരിമലയിൽ സ്ത്രീകളെ പ്രവേശിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു വിധി നേടിയെടുത്തത്. അത് ബിജെപിക്കാരാണ്. ബിജെപിക്കാരുടെ ലീഗൽ അഡ്വൈസറായ പ്രേരണകുമാരി അടക്കമുള്ള 5 അഡ്വക്കേറ്റ്സ് ചേർന്നാണ് ഇങ്ങനെ ഒരു വിധി നേടിയെടുത്തത്. ഇപ്പോൾ അവർ കേരളത്തിലെ ആൾക്കാരെ തെറ്റിദ്ധരിപ്പിച്ച് എങ്ങനെയെങ്കിലും ഒരു കലാപം ഉണ്ടാക്കി ഇവിടെ ഭരണം പിടിച്ച് പറ്റാൻ വേണ്ടി മാത്രമാണ് ഇങ്ങനെയുള്ള ഇതേപോലെയുള്ള കാർഡുകളുമായിട്ട് ഇറങ്ങിയിരിക്കുന്നത്. എന്തുകൊണ്ടാണ് യുവമോർച്ച അതിനെതിരെ സംസാരിക്കാതിരുന്നത്? നരേന്ദ്രമോദി പറയുന്ന വാഗ്ദാനങ്ങളൊക്കെ വെറും പാഴ്വാക്കാണെന്ന് വ്യക്തമായിട്ടുള്ള ധാരണ ഉള്ളത് കൊണ്ടാകാമല്ലേ കോൺഗ്രസ് പറയുന്ന കാര്യങ്ങൾ നടപ്പിലാക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഡയലോഗ് അടിച്ചുകൊണ്ടിരിക്കുന്നത്? അവർ പറഞ്ഞ കാര്യങ്ങൾ ഇന്നു മുതൽ നടപ്പിലാക്കാൻ പോവുകയാണ്, നിങ്ങൾ കണ്ടറിയാന്നുള്ളതാണ്. ചാച്ചി എന്തൊക്കെയോ പറയുന്നു, ബാക്കി കേൾക്കാം. എന്തുകൊണ്ടാണ് കോൺഗ്രസിന്റെ ലീഡേഴ്സ് മെയ് 15 മുതൽ ബസ്സുകളിൽ സ്ത്രീകൾക്ക് ഫ്രീ ആയിട്ട് യാത്ര ചെയ്യാന്ന് പറഞ്ഞത്? അത്രക്ക് കോമൺ സെൻസ് ഇല്ലാത്ത ആൾക്കാരാണോ കോൺഗ്രസിന്റെ ലീഡേഴ്സ്? ആദ്യമായിട്ട് നിങ്ങൾ അവരോട് നിങ്ങൾ ചോദ്യം ചോദിക്കണം. ചാച്ചി, ഞങ്ങൾ അവരോടൊക്കെ ചോദ്യം ചോദിച്ചോളാം ഇന്ന് മുതൽ കേട്ടോ. ചാച്ചി, നരേന്ദ്രമോദി 300 രൂപ ഉണ്ടായിരുന്ന ഗ്യാസ് 1000 കടത്തിയതിനെ കുറിച്ചിട്ട് എന്തെങ്കിലും ഒന്ന് പറയണം കേട്ടാ. പെട്രോളിന്റെ വില 63 രൂപയിൽ നിന്നും ഏകദേശം 110 രൂപ വരെ ആക്കിയ നരേന്ദ്രമോദി ചേട്ടായിയോടൊന്ന് ചോദിക്കണം കേട്ടാ. 50 രൂപയ്ക്ക് ഞങ്ങൾക്ക് പെട്രോൾ കിട്ടിയില്ലെന്ന് കേക്കണ. ഇനിയുണ്ടിട്ടാ ചാച്ചി കുറെ കാര്യങ്ങള്. 2 ലക്ഷം യുവാക്കൾക്ക് ജോലിയെല്ലാം കൊടുക്കുമെന്ന് പറഞ്ഞായിരുന്നു, കൊടുത്താ ഇല്ലല്ലേ? ബെട്ടി ബച്ചാവോയെ കുറിച്ചൊക്കെ അറിയുമോ ചാച്ചിക്ക്? എത്ര വലിയ പറ്റിക്കലാണ് കാട്ടിക്കുട്ടിയതല്ലേ? വാഗ്ദാനങ്ങൾ മുഴുവൻ അങ്ങ് മടക്കി ഒരു മൂലയിൽ വെച്ചിട്ടുണ്ട് നരേന്ദ്രമോദി. ആ മൊടികെട്ടതൊക്കെ ഒന്ന് പുറത്തേക്ക് ഇടാൻ പറയണേ കേട്ടോ. എന്റെ പൊന്നു ചാച്ചി, ആദ്യം സ്വന്തം കാലിലെ മന്ത് മാറ്റാൻ നോക്ക്, എന്നിട്ട് അപ്പുറത്തെ ആൾക്കാരെ മുഖത്തുള്ള കുരു മാറ്റാൻ പോവാം കേട്ടാ. നമുക്കറിയാം, കഴിഞ്ഞ 10 കൊല്ലമായിട്ട് LDF സർക്കാർ ജനങ്ങളെ പറ്റിച്ച് ഇന്ന് അവരുടെ ഭരണം അവസാനിച്ചിരിക്കുകയാണ്. എന്റെ പൊന്നെ, 10 വർഷം പിണറായി സർക്കാർ അങ്ങ് പറ്റിക്കായിരുന്നു എന്നാ പറയുന്നേ. കേരളം ഇന്ത്യയിൽ ഏറ്റവും നല്ല സംസ്ഥാനമായി തുടരുന്നത് ഇടതും വലതും മാറി മാറി ഭരിക്കുന്നത് കൊണ്ടാണ്. നിങ്ങളൊരു കസേരയിൽ ഒരു മൂലയിൽ ഇരിക്കുന്നത് കൊണ്ട് ഞങ്ങൾക്ക് സമാധാനമുണ്ട്. ഇപ്പൊ 3 സീറ്റ് കിട്ടിയ അഹങ്കാരത്തിൽ നിങ്ങൾ പറഞ്ഞു കൂട്ടുന്ന ഈ നുണകളുണ്ടല്ലോ, ഇതൊരു ജനവികാരത്തിന്റെ ഭാഗമായിട്ട് മാത്രമാണ് UDF അധികാരത്തിൽ വന്നിട്ടുള്ളത്. എന്നാൽ ജനദ്രോഹം കൊണ്ടാണ് എന്ന് പറയുന്നതിൽ യാതൊരു അർത്ഥവും ഇല്ല എന്നുള്ളതാണ്. ഇനി UDF അധികാരത്തിൽ വന്നിട്ടുണ്ട്, അവരെ നിറവേറ്റിട്ട് അവർ പറഞ്ഞ വാഗ്ദാനങ്ങൾ നരേന്ദ്രമോദി പറഞ്ഞതും കൂടി നിറവേറ്റാൻ പറയണം കേട്ടാ ചാച്ചി. ചാച്ചിക്ക് വേണമെങ്കിൽ നരേന്ദ്രമോദി പറഞ്ഞ കുറച്ച് ഗ്യാരണ്ടികൾ പറഞ്ഞുതരാം. ഗ്യാരണ്ടികൾ. 2024 ഈ തെരഞ്ഞെടുപ്പിൽ BJP നേതാക്കന്മാർ ഒന്നാകെ അലറി വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു വാക്കുണ്ട്, ഗ്യാരണ്ടി. എന്താണ് BJP മുന്നോട്ട് വെച്ച ഗ്യാരണ്ടി? അത് നടക്കുമോ ഇല്ലയോ എന്ന് നമുക്ക് നോക്കാം. 2014 മൻമോഹൻ സിംഗ് അധികാരത്തിൽ നൊഴിയുമ്പോൾ പെട്രോളിന്റെ വില ലിറ്ററിന് 71 രൂപ. അന്ന് ക്രൂഡ് ഓയിൽ രാജ്യാന്തര മാർക്കറ്റിൽ ബാരലിന് $113. എക്സൈസ് നികുതി വേണ്ട എന്ന് വെച്ച് പെട്രോളിന്റെ വില 72 രൂപയിൽ പിടിച്ചു നിർത്തിയതാണ് ഡോക്ടർ മൻമോഹൻ സിംഗ്. പക്ഷേ അന്ന് മോദി ആർത്തു വിളിച്ചു, എനിക്ക് 50 ദിവസം തരൂ, പെട്രോളിന്റെ വില ഞാൻ 50 രൂപയാക്കി തരാം. ജനം അത് വിശ്വസിച്ചു, വോട്ട് ചെയ്തു. पेट्रोल के दाम कम हुए कि नहीं हुए? डीजल के दाम कम हुए कि नहीं हुए? आपका फायदा हुआ कि नहीं हुआ? अगर मोदी का नसीब देश की जनता के काम आता है तो इससे बढ़िया नसीब की बात क्या होती है? അല്ല, തീർച്ചയായിട്ടും 2 മാസം കഴിയുമ്പോ 50 രൂപയ്ക്ക് ഡീസൽ കിട്ടുമ്പോ 50 രൂപയ്ക്ക് പെട്രോൾ കിട്ടുമ്പോ ഓട്ടോറിക്ഷ ജനങ്ങൾ അങ്ങനെയാണ് പറഞ്ഞത്. ഞാൻ ചോദിക്കട്ടെ, 50 ദിവസത്തിന് പകരം 3650 ദിവസം ലഭിച്ചു മോദിക്ക്. ഇന്ന് പെട്രോളിന്റെ വില 106 രൂപ, ക്രൂഡ് ഓയിലിന് $83. അടുക്കളകളുടെ കാര്യം വളരെ കഷ്ടമാണ്. ഇനി അഥവാ ഈ സാധനങ്ങളെല്ലാം ഇപ്പൊ കുട്ടികൾക്ക് കഞ്ഞി കൊടുക്കാൻ വേണ്ടി ഈ സാധനങ്ങളെല്ലാം വീട്ടമ്മമാർ എങ്ങനെയെങ്കിലും കഷ്ടപ്പെട്ടുണ്ടാക്കി അടുക്കളയിൽ എത്തിച്ചുകൊണ്ടിരിക്കട്ടെ. അത് പാചകം ചെയ്യാൻ ഗ്യാസിന്റെ വില എന്താ? 1 ഇരട്ടിയോ 2 ഇരട്ടിയല്ല, 3 ഇരട്ടിയിലധികം വില വർദ്ധിച്ചു. കഴിഞ്ഞ 10 വർഷത്തിൽ ഒരിക്കൽ പോലും വില കുറയ്ക്കാൻ മോദിക്ക് കഴിഞ്ഞതേയില്ല. പൊളിഞ്ഞു പാളീസായ BJP സർക്കാരിന്റെ ആദ്യത്തെ ഗ്യാരണ്ടി. പെട്രോളിന് 1 രൂപ കൂട്ടി എന്ന് പറഞ്ഞ് കാളവണ്ടി ഉന്തി നടത്തുന്ന ആളുകളാണ്. ഗ്യാസിന് 5 രൂപ കൂട്ടി എന്ന് പറഞ്ഞുകൊണ്ട് സിലിണ്ടറും എടുത്ത് നടന്ന ആളുകളാണ്. നിങ്ങൾ ഇതൊക്കെ കാണുന്നുണ്ടോ ചാച്ചി? ചാച്ചിയൊക്കെ അടുക്കളയിലൊക്കെ എപ്പോഴെങ്കിലും ഒന്ന് കയറണം കേട്ടാ. ഗ്യാസിന്റെ വിലയൊക്കെ കൂടി എവിടെ എത്തിയെന്ന് അറിയില്ലല്ലോ അല്ലേ? പെട്രോളിന് മാത്രമല്ല വില കൂട്ടിയിട്ടുള്ളത്, ഡീസലിന്റെ മാത്രമല്ല വില കൂട്ടിയിട്ടുള്ളത്. ജീവിക്കാൻ കഴിയാത്ത രീതിയിൽ നരേന്ദ്രമോദി അധികാരത്തിലായതിനു ശേഷം നമ്മൾ കഷ്ടപ്പെടുന്നുണ്ട് എന്നുള്ളതാണ്. ഒരു നോട്ട് നിരോധനത്തെ കുറിച്ചൊക്കെ ചേച്ചിക്ക് അറിയാമോ? ചേച്ചി,
അവർ പറഞ്ഞ വാഗ്ദാനങ്ങൾ നടപ്പിലാക്കാൻ കുറച്ച് സമയം കൊടുക്ക്. നിങ്ങൾ നരേന്ദ്രമോദിക്ക് വർഷം കുറെ കൊടുത്തതല്ലേ, ഇനി 2035 വരെ കൊടുക്കാനല്ലേ പറയുന്നത്? കൊടുക്ക് നിങ്ങൾ. അവിടെ നിന്ന് എന്തെങ്കിലും കിട്ടുമെന്ന് നോക്ക് കേട്ടാ. ഇനി വി ഡി സതീശനും അതേപോലെ വി ഡി സതീശന്റെ ടീം ഇനി 5 കൊല്ലം ഇവിടെ ജനങ്ങളെ പറ്റിക്കാൻ ഇനി ഞങ്ങൾ വിടുന്നില്ല. പക്ഷെ നരേന്ദ്രമോദി എത്ര വേണമെങ്കിലും പറ്റിച്ചോട്ടെ അല്ലേ ചേച്ചി, എത്ര വേണമെങ്കിലും പറ്റിച്ചോട്ടെ, ഞങ്ങൾ പറ്റിക്കപ്പെടാൻ തയ്യാറാണ്. ഞങ്ങൾക്ക് ഒന്ന് മാത്രം മതി, താടിജി, അത് മതി. ഗ്യാസിന്റെ വില 10,000 ആയാലും ഞങ്ങൾക്ക് കുഴപ്പമില്ല എന്ന് പറഞ്ഞ നോർത്ത് വാണങ്ങളെ പോലെ ആവരുത് എന്റെ പൊന്നെ, അത്രേ പറയുന്നുള്ളൂ. ഇന്ദിര ഗ്യാരണ്ടി ആയിട്ട് 5 വാഗ്ദാനങ്ങളാണ് കോൺഗ്രസിന്റെ മാനിഫെസ്റ്റോയിൽ ഉണ്ടായത്. അതെല്ലാം നമുക്ക് ഓർമ്മയുള്ളതാണ്. ഈ 5 വാഗ്ദാനങ്ങൾ നടപ്പിലാക്കില്ലെങ്കിൽ വി ഡി സതീശൻ അതേപോലെ വി ഡി സതീശന്റെ ടീം ഇനി 5 കൊല്ലം സ്വസ്ഥമായിട്ട് ഭരിക്കാൻ BJPയോ അല്ലെങ്കിൽ മഹിളാ മോർച്ചയോ വിടാനൊന്നുമില്ല. അടുക്കള ഭാഗത്തുനിന്ന് പൂച്ച കരയുമ്പോ ഞങ്ങളത് ശ്രദ്ധിക്കാറില്ല, കാരണം പൂച്ചയല്ലേ. കാരണം പൂച്ച കരഞ്ഞൊന്നും കിട്ടില്ല എന്ന് കണ്ട പതുക്കെ അങ്ങ് പൊയ്ക്കോളും. ചേച്ചി, ഞാൻ വേറെ ഒന്നും ഉദ്ദേശിച്ച് പറഞ്ഞതല്ല. നിങ്ങളൊന്നും പറയുന്നത് ഞങ്ങൾക്കൊന്നും കേൾക്കണം എന്നൊരു നിർബന്ധമില്ല. പിന്നെ കേരളത്തിലെ മുഴുവൻ സ്ത്രീകൾക്ക് വേണ്ടി ഞങ്ങൾ പണിയെടുക്കുന്നതെന്നൊക്കെ പറയുമ്പോൾ ഗ്യാസിന് വില കൂടിയപ്പോ എന്റെ പൊന്നു ചേച്ചി നിങ്ങളൊക്കെ എവിടെയായിരുന്നു എന്ന് ഒരു സാധാരണക്കാരൻ എന്ന നിലയിൽ ഞാൻ ചോദിക്കുകയാണ്. നരേന്ദ്രമോദി പറഞ്ഞ എല്ലാ വാഗ്ദാനങ്ങളും വാങ്ങി 15 ലക്ഷം ബാങ്കിൽ, 50 രൂപയ്ക്ക് പെട്രോളിന്റെ പൊന്നെ എല്ലാം വാങ്ങി ഒരു മൂലയിൽ വെച്ചിട്ട് ചേച്ചി ഇങ്ങനെ ധൈര്യത്തോട് സംസാരിക്കുന്നു. അതന്നെ വലിയൊരു ഭാഗ്യമായിട്ട് ഞാൻ കാണുന്നു. സ്ത്രീകൾക്ക് വേണ്ടിയാണല്ലോ എന്നൊക്കെ ആലോചിക്കുമ്പോൾ ഭയങ്കര അഭിമാനം തോന്നുന്നു. ജനങ്ങൾക്ക് നീതി നൽകാൻ വേണ്ടിയിട്ടാണ് ഇവിടെ BJP അതേപോലെ മഹിളാ മോർച്ച പ്രവർത്തിക്കുന്നുള്ളത്. അതുക്കുള്ള കോമൺ സെൻസ് ഞങ്ങൾക്കുണ്ട്. ഇന്ത്യക്ക് വേണ്ടി ഒളിമ്പിക്സിൽ മെഡൽ നേടിയ ഒരു കൂട്ടം അത്ലറ്റുകളെ പീഡിപ്പിച്ച BJPയുടെ ഒരു MLA ഉണ്ടായിരുന്നു, അപ്പൊ മന്ത്രിയാണ്. അയാൾക്കെതിരെ ഒന്ന് ശബ്ദിക്കാൻ നിങ്ങളാരെയും കണ്ടില്ല. നിരന്തരമായിട്ട് BJPയുടെ കള്ളപ്രചരണങ്ങൾ പുറത്തു വരുമ്പോൾ ഏറ്റവും കൂടുതൽ ഇന്ത്യ എന്ന മഹാരാജ്യത്തെ ഒറ്റുകൊടുത്തതിന് പിടിക്കപ്പെട്ട BJPക്കാരെ കുറിച്ച് പറയാനും ചേച്ചിയെ കണ്ടില്ല. ബേട്ടി ബച്ചാവോവിനെ കുറിച്ച് ചേച്ചി ഒന്നും മിണ്ടിയില്ല. ചേച്ചിക്ക് ഒരൊറ്റ കുഴപ്പമുള്ളൂ, BJPയെ ജയിപ്പിക്കാൻ ഞങ്ങൾ വോട്ട് ചെയ്തു, പക്ഷെ ഞങ്ങൾ തോറ്റു. പക്ഷെ UDF ജയിച്ച തീരങ്ങ് പറ്റിയില്ല. പക്ഷെ UDFനെ തകർക്കാൻ വേണ്ടിയിട്ട് UDFന് ഒട്ട് പോലും ചെയ്യാത്ത ഞങ്ങൾക്ക് ആ ആനുകൂല്യം വേണമെന്ന് പറയുന്നു. എവിടുത്തെ ന്യായമാണ് ചാച്ചി ഇത്? നിങ്ങൾ ജയിപ്പിക്കാൻ നോക്കിയ രാഷ്ട്രീയ പാർട്ടി തോറ്റ് തുന്നമ്പാടിയിരിക്കുന്നില്ലേ? നിങ്ങൾ അവിടെ ഒരു മൂലയിൽ ഇരി. അതാണ് എനിക്ക് പറയാനുള്ളത്. കുറെ ആളുകൾ ഇറങ്ങുന്നുള്ളതാണ്. ഇത് ഞങ്ങളുടെ മുഖ്യമന്ത്രിയാണ് എന്ന് BJPക്ക് പറയാൻ എന്ത് അധികാരം, എന്ത് അവകാശമാണുള്ളത്? ജനാധിപത്യ രാജ്യത്ത് ജനാധിപത്യ രീതിയിലൂടെ തെരഞ്ഞെടുക്കപ്പെട്ട ഒരു സർക്കാരാണിത്. അതിലും ഒരു ലൂപ്പ് പോയിന്റ് ഉണ്ട്. BJPയുടെ കൊടി പിടിച്ച് BJPക്ക് വോട്ട് ചെയ്ത നിങ്ങൾക്ക് എന്തിനാണ് ഈ ആനുകൂല്യം തരുന്നത്? ജനാധിപത്യ രാജ്യത്ത് ഇങ്ങനെ പറയാൻ പാടില്ല എന്ന് എനിക്കറിയാം, എന്നാലും പറയാതിരിക്കാൻ കഴിയില്ല. വോട്ട് ചെയ്തതോ BJPക്ക്, പണിയെടുത്തതോ BJPക്ക്, തോറ്റപ്പോ UDF പറഞ്ഞ സാധനങ്ങളൊക്കെ ഞങ്ങൾക്ക് വേണം. ചേച്ചി, ഇതൊക്കെ കുറച്ച് കടന്ന കൈയല്ലേ? എന്തായാലും നന്നായിട്ടൊന്ന് ആലോചിക്കുക കേട്ടോ. നരേന്ദ്രമോദി തന്ന വാഗ്ദാനങ്ങൾ ഏതെങ്കിലും ഒന്ന് നിറവേറ്റിയോ എന്ന് ചേച്ചി ഒന്ന് കണ്ടുപിടിക്കണം കേട്ടോ. എന്നിട്ട് അതിനെ കുറിച്ചൊരു വീഡിയോ ചെയ്യണേ. അപ്പൊ വീണ്ടും വരാൻ കേട്ടാ. സുലാൻ.